സോനം വാങ്ചുക്കിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് നീക്കി എന്ന വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി നിരാഹാരങ്ങൾ രാജ്യത്തെ ദ്രോഹിക്കാനുള്ളതാണ് എങ്കിൽ അവിടെ രാജ്യം നടപടിയെടുക്കണം എന്ന കേന്ദ്രത്തിന്റെ തീരുമാനം തന്നെയാണ് ഇതിനു പിന്നിൽ. എങ്ങനെയാണ് വാങ്ചുക്കിന്റെ നിരാഹാരം രാജ്യദ്രോഹം എന്ന തരത്തിൽ നിരീക്ഷിക്കപ്പെടുക? ഇവിടെ ഇറോം ശർമിള എന്ന പേര് കഴിഞ്ഞ ദിവസം വാങ്ചുക്കിന്റെ നിരാഹാരവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം ഉന്നയിച്ചു കേട്ട ഒരു പേരാണ്. ആരാണ് ഇറോം ശർമിള? 16 വർഷക്കാലം സ്വന്തം ജനത്തിനു വേണ്ടി ഭക്ഷണമില്ലാതെ പോരാടിയ വ്യക്തി എന്ന പേരിലാണ് ഇറോം ശർമിള അറിയപ്പെടുന്നത്. അഫ്സ്പ എന്ന നിയമം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇറോം ശർമിളയുടെ സമരം. നിരാഹാരം തുടങ്ങുമ്പോൾ ഇറോം ശർമിളയ്ക്ക് 28 വയസ്സായിരുന്നു പ്രായം. ആഹാരവും വെള്ളവും ഇല്ലാതെ സമരം തുടർന്നു. അത് മരണത്തിലെത്തുമെന്ന് മനസ്സിലാക്കിയ സർക്കാർ ആത്മഹത്യാ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജീവൻ നിലനിർത്താനായി മൂക്കിലൂടെ കുഴലിട്ട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നിർബന്ധപൂർവ്വം നൽകുകയായിരുന്നു. 2016 വരെ നീണ്ട ദീർഘസമരം ഒടുവിൽ ഇറോം ശർമിള പിന്മാറി. ഇറോം ശർമിള ജനങ്ങൾക്കായാണ് പോരാടിയത് എങ്കിൽ സോനം വാങ്ചുക്കിന്റെ ലക്ഷ്യം നമുക്കറിയാം എന്താണ് എന്ന്. രാഷ്ട്രീയം മാത്രമാണ് അതിന് പിന്നിൽ. സോനം വാങ്ചുക്കിനെ കുറിച്ച് പറഞ്ഞാൽ ലഡാക്ക് കലാപത്തിന്റെ സൂത്രധാരനാണ് സോനം വാങ്ചുക്ക്. ലഡാക്കിലെ കലാപത്തിന് പ്രേരകമായത് സോനം വാങ്ചുക്കിന്റെ പ്രസംഗങ്ങളാണ് എന്ന് 2025 ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അക്രമ സംഭവങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്കേറ്റിരുന്നു. അന്നും വാങ്ചുക്കിന്റെ നിരാഹാരവും പ്രതിഷേധവുമാണ് കലാപത്തിന് കാരണമായത്. അദ്ദേഹത്തിന്റെ നിരാഹാരവും പ്രസംഗങ്ങളും ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ചിരുന്നു. നേപ്പാൾ കലാപം, അറബ് വസന്തം, ഇതുപോലെ ഇവിടെയും വേണം എന്ന തരത്തിലായിരുന്നു ആ പ്രസംഗങ്ങളുടെ പോക്ക്. ഇയാളുടെ നിയന്ത്രണത്തിലുള്ള NGOകളുടെ വിദേശ ഫണ്ടിംഗ് ലൈസൻസ് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയിരുന്നു. ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക്, സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് ഇവയുടെ ലൈസൻസ് ആണ് കേന്ദ്രം മരവിപ്പിച്ചത്. വാങ്ചുക്കിന്റെ വിദേശബന്ധം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണ പരിധിയിലാണ് ഇപ്പോഴും. കഴിഞ്ഞ വർഷം ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിവരം. കാലാവസ്ഥ ഉച്ചകോടിക്ക് സമാനമായ പദ്ധതിയിൽ പങ്കെടുക്കാനാണ് പോയത് എന്നാണ് പുറത്തറിയുന്നത്. എങ്കിലും അതും സംശയത്തിന്റെ നിഴലാണ്. കൂടാതെ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഇടക്കാല തലവനായിരുന്ന മുഹമ്മദ് യൂനുസിനൊപ്പമുള്ള ധാരാളം ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. നേപ്പാളിലും ബംഗ്ലാദേശിലും അടുത്തിടെ നടന്ന യുവജന പ്രക്ഷോഭ മോഡൽ തന്നെയാണ് വാങ്ചുക്ക് ലക്ഷ്യമിട്ടത്. വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ ചൊവ്വാഴ്ച ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. വാങ്ചുക്കിന്റെ പേശികളുടെ അളവ് കുറയാൻ തുടങ്ങിയെന്നും കഠിനമായ ശാരീരിക വേദന അനുഭവപ്പെട്ടിരുന്നു എങ്കിലും തന്റെ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുമായിരുന്നു ദീപ് കെയുടെ വെളിപ്പെടുത്തൽ. ആ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കലാപമുണ്ടാക്കുക, ഇന്ത്യയിലെ ജൻസിയെ കലാപത്തിനായി റോഡിൽ ഇറക്കുക, നിരത്തിൽ ഇറക്കുക, അങ്ങനെ ഇന്ത്യയുടെ സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ താഴെ വീഴ്ത്തുക എന്നത് തന്നെയായിരുന്നു സോനം വാങ്ചുക്കിന്റെ ഈ ലക്ഷ്യത്തിന് പിന്നിലുണ്ടായിരുന്നത്. സോനം വാങ്ചുക്കിന്റെ പേശികൾ ക്ഷയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് അതിയായ വേദന അനുഭവപ്പെടുന്നു. മറ്റെല്ലാവരെയും പോലെ ഞാൻ അദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിക്കാൻ അപേക്ഷിച്ചു. ശാന്തമായി അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഒരു ചർച്ച പോലും നടത്താത്തത് എന്ന് സർക്കാരിനോട് ചോദിക്കൂ എന്നാണ് ദീപ് കെ ചൊവ്വാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത ആ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഇപ്പോൾ സോനം വാങ്ചുക്കിനെ നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അത്തരമൊരു നടപടിയിലേക്ക് ദില്ലി പോലീസ് പോയിരിക്കുകയാണ്. എന്തുകൊണ്ടും എല്ലാവർക്കും പരസ്യമായ ഒരു കാര്യം, എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ സോനം വാങ്ചുക്കിന്റെ ഈ അറസ്റ്റ് കൃത്യമായ ഉചിതമായ സമയത്തിൽ തന്നെയാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.